എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെണ്ടയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഇപ്പം മീനിനൊക്കെ നല്ല വിലയാണല്ലോ, അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അധികം കിട്ടാനുമില്ല. ഈ സമയത്തൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈ ഐറ്റം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഞാനിവിടെ 250 ഗ്രാം വെണ്ടയ്ക്കയിലേക്ക് മൈദയാണ് ആഡ് ചെയ്യുന്നത്. 2.5 ടേബിൾ സ്പൂൺ മൈദ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ വെണ്ടയ്ക്ക ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, അതുകൂടെ 1/2 ടീസ്പൂൺ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ ടോട്ടൽ 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം തന്നെ വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിനി അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇത്രയും മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല ഫോഴ്സ് കൊടുക്കാതെ പതുക്കെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയുടെ മാരിനേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ടു 5 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/4 കപ്പോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം പകുതി ഭാഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ വെണ്ടയ്ക്ക എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് തീ കുറച്ച് വെക്കാതെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ മൈദ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് കടലമാവ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം ഒരു 50% ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ടോട്ടൽ 4 മിനിറ്റാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ എടുത്തിരിക്കുന്ന സമയം. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടുത്ത ബാച്ച് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ബാച്ച് കൂടെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ക്രിസ്പി വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ കുറിക്കാൻ തന്നെ ഇതൊരു സൂപ്പർ ഐറ്റം ആണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.